കേരളത്തിൽ RSSന്റെ നുഴഞ്ഞുകയറ്റത്തിന് പുതിയ രീതികൾ അവലംബിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജാതി സംഘടനകളെ ആശ്രയിച്ചുകൊണ്ട് വർഗീയത പ്രവർത്തിപ്പിക്കുക, നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് BJP ഉയർത്തുന്നത്. ജാതീയമായ അടിമത്തം നിലനിന്നിട്ടുള്ള ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കൊടി പിൽക്കാലത്ത് ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ പാരമ്പര്യമാണ് നമ്മളിപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്, നമ്മളിപ്പോഴും പോരാട്ടുന്നത്. ഇവിടെ ജാതി രാഷ്ട്രീയത്തിലൂടെ മതവർഗീയത ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം. വർഗീയത നാനാപ്രകാരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചൂണ്ടിക്കാണിച്ച് മറ്റേ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത, എല്ലാറ്റിനുമെതിരായിട്ടുള്ള പോരാട്ടമാണ് CPIM ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും CPMന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ആശയ സമരം നമ്മുടെ സമൂഹത്തിൽ നടത്തണം എന്നാണ് പാർട്ടി അഭ്യർത്ഥിക്കുന്നത്. ഓരോ പ്രദേശത്തും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢതരമാക്കിക്കൊണ്ട് CPIM ഏറ്റെടുത്തിട്ടുള്ള ഈ ആശയ സമരത്തിൻ്റെ പോരാട്ടം അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഇല്ലാത്ത ജനവിഭാഗങ്ങളെ അടക്കം നമ്മുടെ കൂടെ കൊണ്ടുവരാനുള്ള ആശയ സമരം നാം തുടർന്ന് മുന്നോട്ട് പോകണം. അങ്ങനെ രാഷ്ട്രീയപരമായും രാഷ്ട്രീയമായും CPMനെ കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നതാണ് അഴീക്കോടൻ്റെ ഉജ്ജ്വലമായ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് അഴീക്കോടൻ്റെ ഉജ്ജ്വലമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു.